ഒരാഴ്ച. വെറും 7 ദിവസം. അതുകൊണ്ട് നിങ്ങളെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ? പലരും ചിലപ്പോൾ പറയും, നടക്കില്ല, വലിയ മാറ്റത്തിനൊക്കെ ഒരുപാട് സമയം വേണം എന്ന്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെങ്കിലോ? നമുക്ക് ആ ധാരണയൊന്ന് തിരുത്തി എഴുതാം. ഈയൊരാശയം ശരിക്കും എത്ര പവർഫുൾ ആണെന്ന് നോക്കിക്കേ. മാറ്റമെന്ന് പറയുന്നത് വർഷങ്ങൾ കഴിഞ്ഞു വരേണ്ട ഒന്നല്ല. അത് തുടങ്ങുന്നത് ഈ നിമിഷം നിങ്ങൾ എടുക്കുന്ന ഒരൊറ്റ ഉറച്ച തീരുമാനത്തിൽ നിന്നാണ്. ഇതൊരു വെറും ചോദ്യമായിട്ട് കാണണ്ട, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. വെറും 7 ദിവസം, കുറച്ച് ഫോക്കസ്, കുറച്ച് ഡിസിപ്ലിൻ, അത് മതി. ഒരാഴ്ച കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോ നിങ്ങൾക്ക് തന്നെ പരിചയമില്ലാത്തൊരു പുതിയ ആളെ കാണാൻ പറ്റിയാലോ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ആദ്യമേ പറയാം. ഇവിടെ നമ്മൾ വെറുതെ മോട്ടിവേഷൻ തരാനോ ഗ്യാസ് കയറ്റാനോ അല്ല വന്നിരിക്കുന്നത്. ഇതൊരു സ്ട്രാറ്റജിക് ബ്ലൂപ്രിന്റ് ആണ്. നിങ്ങളുടെ ഓരോ ദിവസത്തെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കൃത്യമായ പ്രാക്ടിക്കലായ പ്ലാൻ. അപ്പം നമുക്ക് തുടങ്ങാം. ഈ ഒരാഴ്ച നിങ്ങളുടെ പഴയ വേർഷനെ പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള ഒരു തീവ്രമായ കാലഘട്ടമായിട്ട് ഇതിനെ കാണണം. എപ്പോഴും ഒഴികഴിവുകൾ പറയുന്ന, വെല്ലുവിളികളെ പേടിക്കുന്ന ആ പഴയ നിങ്ങളില്ലേ, അയാളെ നമുക്കവിടെ ഉപേക്ഷിക്കാം. യഥാർത്ഥത്തിൽ എന്താണ് ഈ പരിവർത്തനം, അതായത് ട്രാൻസ്ഫർമേഷൻ? അത് വേറെ ഏതോ ഒരാളായി മാറുന്നതല്ല, മറിച്ച് നിങ്ങളുടെ വളർച്ചയെ പിന്നോട്ട് വലിക്കുന്ന ആ പഴയ ശീലങ്ങളെയും ചിന്തകളെയും അങ്ങ് ഒഴിവാക്കലാണ്. ഈ ആഴ്ച നമ്മുടെ ലക്ഷ്യം അതുമാത്രമാണ്. ഒരു ദിവസത്തിന്റെ ഗതി എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ആ ദിവസം എങ്ങനെ തുടങ്ങുന്നു, പിന്നെ എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഈ 2 പോയിന്റ്സ്, അതായത് തുടക്കവും ഒടുക്കവും, അതിനെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ മാറ്റം ഉറപ്പാണ്. ഇവിടെ നോക്കൂ, 2 തരം രാവിലെകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് റിയാക്റ്റീവ് മോർണിംഗ്, 2 കമാൻഡഡ് മോർണിംഗ്. നമ്മളിൽ ഭൂരിഭാഗം പേരും എഴുന്നേൽക്കുന്നത് തന്നെ ഫോണുമെടുത്ത് മറ്റുള്ളവരുടെ ലോകത്തേക്കാണ്, അല്ലേ? അതാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. പക്ഷേ യഥാർത്ഥ പവർ കിടക്കുന്നത് വലതുവശത്താണ്. ആ ആദ്യത്തെ 1 മണിക്കൂർ, അത് നിങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുക. ആ 1 മണിക്കൂർ നിങ്ങൾ ജയിച്ചാൽ പിന്നെ ആ ദിവസം മുഴുവൻ നിങ്ങളുടേതാണ്. ദിവസം തുടങ്ങുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് അവസാനിപ്പിക്കുന്നതും. രാത്രിയിലെ ഈ 3 സിമ്പിൾ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ഇത് നാളത്തെ വിജയത്തിലേക്കുള്ള ഒരു പാലം പണിയുന്നത് പോലെയാണ്. ഒന്നാമത്തേത് പവർ ഡൗൺ. സ്ക്രീനൊക്കെ ഓഫ് ചെയ്ത് ആ ബഹളമൊക്കെ ഒന്ന് ഒഴിവാക്കുക. രണ്ടാമത് ആ ദിവസമൊന്ന് വിലയിരുത്തുക. എന്തൊക്കെ നന്നായി ചെയ്തു, എന്തൊക്കെ പഠിച്ചു എന്ന്. മൂന്നാമത് നാളേക്ക് വേണ്ടി തയ്യാറെടുക്കുക. അടുത്ത ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പ്ലാൻ ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിന് നല്ലൊരു ശാന്തതയും അടുത്ത ദിവസത്തേക്കൊരു ക്ലിയർ ഡയറക്ഷനും തരും. ഓക്കെ, പുറമെയുള്ള മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനു മുൻപ് നമ്മുടെ ഉള്ളിലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മുടെ ശീലങ്ങളും ചിന്താഗതിയുമാണ് നമ്മുടെ യഥാർത്ഥ അടിത്തറ. നമുക്കത് എങ്ങനെ ഒന്നുകൂടി ഉറപ്പിക്കാമെന്ന് നോക്കാം. ജീവിതം മൊത്തത്തില് ഒറ്റയടിക്ക് മാറ്റാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ? ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ്. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഏതെങ്കിലും ഒരു ദുശ്ശീലം, വേറെ ഒരെണ്ണം, അതിനെ ഇല്ലാതാക്കുന്നതിൽ നിന്ന്. ഇതൊരു വളരെ പവർഫുള്ളായ സത്യമാണ്. നിങ്ങൾ പുതുതായി എന്ത് തുടങ്ങുന്നു എന്നതിനേക്കാൾ നിങ്ങൾ എന്ത് നിർത്തുന്നു എന്നതാണ് നിങ്ങളുടെ ഐഡന്റിറ്റിയെ രൂപപ്പെടുത്തുന്നത്. കാരണം ഒരു നെഗറ്റീവ് ശീലം ഒഴിവാക്കുമ്പോൾ അവിടെ നല്ല കാര്യങ്ങൾ വളരാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുകയാണ്. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണെന്ന് സങ്കൽപ്പിക്കാം. നിങ്ങൾ എന്തിനാണോ വെള്ളം ഒഴിക്കുന്നത് അതവിടെ വളരും. അപ്പൊ എന്തു ചെയ്യണം? നിങ്ങളുടെ ശ്രദ്ധയെ തകർക്കുന്ന കളകളെ പിഴുതെറിയണം. നിങ്ങളെ തളർത്തുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുക. സംശയത്തിന്റെ ശബ്ദങ്ങളെ കേൾക്കാതിരിക്കുക. എന്നിട്ട് ആ ശൂന്യതയിലേക്ക് നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ നിറയ്ക്കുക. നിങ്ങളുടെ ഊർജവും ശ്രദ്ധയും, അത് വളരെ വിലപ്പെട്ടതാണ്. അത് സംരക്ഷിക്കുക. റൈറ്റ്, പ്ലാനൊക്കെയായി. ഇനിയിപ്പോ അതെങ്ങനെ യാഥാർത്ഥ്യമാക്കും? അതിന് വേണ്ട ഒരേ ഒരു ടൂൾ അച്ചടക്കമാണ്, ഡിസിപ്ലിൻ. നമുക്ക് ആക്ഷൻ എടുക്കേണ്ട ഘട്ടത്തിലേക്ക് കടക്കാം. അച്ചടക്കം എന്ന് കേൾക്കുമ്പോൾ ഒരു പണിഷ്മെന്റ് പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ അങ്ങനെയല്ല. അത് നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു വാക്ക് പറയുന്നു, അത് പാലിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. ആ വിശ്വാസമാണ് ശരിക്കുള്ള ശക്തി. 7 ദിവസം ഒരേ കാര്യം തുടർച്ചയായി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? അതൊരു ശീലമായി മാറും. നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യപ്പെടും. 1-ാം ദിവസം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു വാഗ്ദാനം നൽകുന്നു. 2-ാം ദിവസം അത് പാലിക്കുന്നു. 3-ാം ദിവസമാവുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം തോന്നിത്തുടങ്ങും. 4-ാം ദിവസം ഒരു മൊമെന്റം ബിൽഡാകും. 5-ാം ദിവസം നിങ്ങൾക്ക് തോന്നും, യെസ്, ഞാനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതെന്ന്.
6-ാം ദിവസമാവുമ്പോഴേക്കും ഇതാണ് പുതിയ ഞാൻ എന്നൊരു ഫീൽ വരും. 7-ാം ദിവസം അതൊരു പുതിയ സ്റ്റാൻഡേർഡായി മാറും. കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ആരും വളർന്നതായി ചരിത്രമില്ല, അല്ലേ? മാനസിക ശക്തിയും ആത്മാഭിമാനവും വർദ്ധിപ്പിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യണം. ബോധപൂർവം അസ്വസ്ഥതകളെ തേടിപ്പിടിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പണ്ടൊക്കെ വലിയ കാര്യമായി തോന്നിയിരുന്ന പലതും നിങ്ങൾക്ക് നിസ്സാരമായി തോന്നിത്തുടങ്ങും. ഓക്കെ, നമ്മളിപ്പോ അവസാന ഘട്ടത്തിലേക്ക് കടക്കുവാണ്. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഈ മാറ്റങ്ങളെ എങ്ങനെ നിങ്ങളുടെ സംസാരത്തിലൂടെയും ശരീരഭാഷയിലൂടെയും പ്രവൃത്തികളിലൂടെയും പുറം ലോകത്തെ അറിയിക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഈ 2 കോളവും നോക്കൂ. ഞാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോൾ പരാജയപ്പെടാനുള്ളൊരു സാധ്യത നിങ്ങളവിടെ തുറന്നിടാണ്. എന്നാൽ ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് അതൊരു കമാൻഡാണ്, ഒരു നിർദ്ദേശമാണ്. നിങ്ങളുടെ വാക്കുകളൊന്ന് മാറ്റി നോക്കൂ, നിങ്ങളുടെ ലോകം തന്നെ മാറും. നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്, ഇതൊന്നും വെറും പുറംമൂടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം നിങ്ങൾ നിങ്ങളോട് തന്നെ നടത്തുന്ന ഒരു സംഭാഷണമാണ്. ഞാൻ ഈ കാര്യങ്ങൾ സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്നൊരു സന്ദേശം നിങ്ങൾ സ്വയം നൽകുകയാണ്. ഇത് മറ്റുള്ളവരെ കാണിക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണോ? അല്ല. ഈ 7 ദിവസത്തെ പ്ലാൻ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനല്ല, മറിച്ച് ഒരു വലിയ യാത്രയുടെ തുടക്കം മാത്രമാണ്. ഈ വാക്കുകൾ മനസ്സിൽ വെക്കുക. ലോകം ഇതുവരെ കണ്ട നിങ്ങളുടെ പതിപ്പില്ലേ, അതൊരു ട്രെയിലർ മാത്രമായിരുന്നു. യഥാർത്ഥ സിനിമ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ അതിലേക്കുള്ള വാതിൽ തുറന്നൂന്ന് മാത്രം. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഈ യാത്രയുടെ സ്റ്റിയറിംഗ് അതിപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ഈ 7 ദിവസം ഒരു തുടക്കമായിരുന്നു. യഥാർത്ഥ കഥ ഇപ്പോൾ തുടങ്ങുകയാണ്. സോ അടുത്തതെന്താണ്?